Hello everyone, welcome to Grassroots Wayanad. Yay! സോ നിങ്ങൾക്കറിയാം ഞാനൊരു ചെറിയ റോഡ് ട്രിപ്പിലായിരുന്നു. കണ്ണൂരിലെ ഷോന് ശേഷം ഐ വെൻറ്റ് ടു കൂർഗ്, അതിനുശേഷം ഐ വെൻറ്റ് ടു കബനി. ആൻഡ് കബനിയിൽ എത്തിയപ്പോഴാണ് അവിടുത്തെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് ദാറ്റ് അവർക്ക് ഇവിടെ വയനാട്ടിൽ ഒരു ഗ്ലാമ്പിംഗ് റിസോർട്ട് ഉണ്ട്, യു മസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട് എന്ന്. സോ ഐ സെഡ് വൈ നോട്ട്, പോണ വഴി ഇവിടെയും കയറിയിട്ട് പോവാം. ആൻഡ് ദാറ്റ്സ് ഹൗ ഐവ് റീച്ച്ഡ് Grassroots right here in Kalpetta. So now let's check out this property. So കൽപ്പറ്റയിൽ നിന്ന് ഒരു ഫ്യൂ കിലോമീറ്റേഴ്സ് ഓടിച്ചകത്തേക്ക് കയറിയാൽ യു വിൽ റീച്ച് Grassroots. This is their property. It's really beautiful. തണുപ്പാണ്, വയനാടല്ലേ obviously. സോ നമ്മൾ ഗ്രാസ് എത്തുമ്പോൾ തന്നെ നമ്മളെ ഗ്രീറ്റ് ചെയ്യാൻ എത്തുന്ന അവരുടെ മെയിൻ ഗേൾ ആണിത്. ദിസ് ഇസ് ടെക്കീല. ഹായ് ടെക്കീല. ഹായ്, ഹൗ ആർ യു ബേബി? ഹൗ ആർ യു? യു ഗുഡ്? യേ, കം ഷോ മീ ദ പ്ലേസ്. ബാ, ടെക്കീല നമ്മളെ സ്ഥലം കാണിച്ചു തരും. കം ഓൺ, കം ഓൺ. സോ ഗ്ലാമ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഇറ്റ്സ് ക്വൈറ്റ് എ പോപ്പുലർ കോൺസെപ്റ്റ് ഓവർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ക്യാമ്പിംഗ് ആണ്, ടെൻറ്റ്സ് ആണ്, പക്ഷെ കുറച്ചുകൂടെ ലക്ഷറിയസ് ആണ്. സോ ഓൾ ഇൻ ഓൾ ഇറ്റ്സ് എ മച്ച് മോർ ഗ്ലാമറസ്, കംഫർട്ടബിൾ, ലക്ഷറിയസ് വേർഷൻ ഓഫ് ക്യാമ്പിംഗ്. ടെൻറ്റ് ആണെങ്കിൽ പോലും ദേ ഹാവ് ബെഡ്സ്, അതുപോലെ തന്നെ എയർ കണ്ടീഷനിങ്, ഇലക്ട്രിസിറ്റി, അതിൻ്റെ കൂടെ തന്നെ they've got like power points, plug points, which is very important, chai coffeeക്ക് വേണ്ടിയുള്ള setup, and a fully functional restroom. So toilets, bath, എല്ലാ ഫെസിലിറ്റിയും, റണ്ണിങ് ഹോട്ട് വാട്ടർ 24 hours. സോ അങ്ങനെയൊക്കെ നോക്കുമ്പം ഡെഫിനറ്റ്ലി ഗ്ലാമ്പിംഗ് വിതൗട്ട് എ ഡൗട്ട്. ആ ഒരു ടെൻറ്റ് ഫീലിംഗ് നമുക്ക് കിട്ടും, ബിക്കോസ് അകത്ത് കിടക്കുമ്പോൾ യു തിങ്ക് ദറ്റ് യുവർ ഇൻ എ ടെൻറ്റ്, പക്ഷേ ഇറ്റ്സ് സോ കംഫർട്ടബിൾ, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ബീങ് ഇൻ എ ഹോട്ടൽ റൂം ടു ബി ഓണസ്റ്റ്. സോ നിങ്ങൾക്ക് ഈ ഗ്ലാമ്പിംഗ് ട്രൈ ഔട്ട് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട് ഇറ്റ് Grassroots ഹിയർ ഇൻ വയനാട്. ഇവിടെ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു, ബട്ട് ഐ എം ഗ്ലാഡ് ഐ എം ഹിയർ. ആൻഡ് യു നോ വാട്ട്സ് റിയലി കൂൾ? കബനി റിവർ is right down there. ഈ പ്രോപ്പർട്ടിയുടെ ബാങ്കാണ് കബനി റിവർ. കാണാൻ പറ്റുമെന്ന് അറിയില്ല, ബട്ട് ഇറ്റ്സ് റൈറ്റ് there. See? Now Grassroots അവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കോഫി പ്ലാന്റേഷൻ്റെ നടുക്കാണ്. See? So there's coffee and pepper. The owners are planters obviously. And they've got 5 tents. 5 glamp tents ആണുള്ളത്. I'll show you. So ഈ ഒരു സൈഡിലാണ് അവരുടെ 5 ടെൻറ്റും അവർ പിച്ച് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ്സ് മൈ ടെൻറ്റ് ആൻഡ് ഇറ്റ്സ് റിയലി പ്രിറ്റി. ദ വ്യൂ ഇൻ ദ മോർണിംഗ് ഇസ് ബ്യൂട്ടിഫുൾ. സോ ഞാൻ താമസിക്കുന്ന ടെൻറ്റ് ഇതാണ്. സോ കയറി വരുമ്പം യു ഹാവ് എ ബാൽക്കണി ഏരിയ വിത്ത് 2 comfy chairs ഹിയർ. സോ രാവിലെ എണീറ്റ് ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ചായ കാപ്പിയൊക്കെ കുടിക്കാം. ആൻഡ് ദിസ് ഇസ് ദ വ്യൂ. നേരെ താഴെ അങ്ങ് ദൂരെ യു കൻ സീ ദ കബനി റിവർ. കാണോ? റൈറ്റ് ദർ. ആൻഡ് ദെൻ ടെൻറ്റിൻ്റെ എൻട്രൻസ് ഓപ്പണിംഗ് തുറന്ന് യു കൻ ജസ്റ്റ് ഗോ ഇൻ ടു ദിസ് ബ്യൂട്ടിഫുൾ റൂം. അമേസിങ് നോ? എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ടീ, കോഫി മേക്കർ, നൈറ്റ് ലാംപ്സ്, ലൈറ്റ്, ഇലക്ട്രിസിറ്റി, comfortable bed. So good. And ടെൻറ്റിൻ്റെ ഒരു ഫീലിംഗ് തരുന്നത് ആക്ച്വലി മുകളിലേക്കൊക്കെ നോക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ഇറ്റ് ഫീൽസ് ജസ്റ്റ് ലൈക്ക് എ ഹോട്ടൽ റൂം. ആൻഡ് ഇവിടെ they've got the bathroom. ബാത്റൂമിൻ്റെ വാൾ സോളിഡ് ആണ്. റിയലി ബിഗ് ബാത്റൂം as well. There you go. Then you can just walk out again and chill. See, ഞാനിവിടെ നിന്ന് ടെക്കീല എന്ന് വിളിച്ചാൽ മതി, she'll come running, and this is my highlight right here. Hi, who is this? ഇതാരാത്? ടെക്കീലയാണോ അത്? Who is this? This is Tequila. Where did you go? Where did you go, puppy? Huh? Come here. Jump. How do you jump on me? How do you jump up on me? How do you jump up? So this is Tequila.
ടക്കീല ഇവിടെ നമ്മൾ വരുമ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കുന്നത് മാത്രമല്ല, ഷീൽ ടേക്ക് യു അറൗണ്ട് ഫോർ വാക്സ്, ഷീൽ ഷോ യു ദ പ്രോപ്പർട്ടി. ഇവിടെ ആക്ച്വലി തന്നെ കയറി വന്ന ഒരു ഇന്ത്യയാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് എൻ്റെ ഈ ട്രിപ്പിൻ്റെ ഫൈനൽ ലെഗിൽ അറ്റ്ലീസ്റ്റ് ഐ ഗോട്ട് ടു ഹാങ് ഔട്ട് വിത്ത് ഒരു നാടൻ ആസ് വെൽ. ബിക്കോസ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് എന്തോരം ഡോഗ്സും ആനിമൽസിനെ കൂടെയാണ് ഞാൻ ഹാങ് ഔട്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഐ മീൻ there were so many dogs everywhere I went. കൂർഗിലായാലും കബനിയിലായാലും there was like 3-4 dogs in every house. വളരെ ആനിമൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ അവിടെ എല്ലാവരും. പക്ഷെ ഐ നെവർ ഗോട്ട് ടു സീ ഒരു നാടൻ ഫെലോ. ആൻഡ് ഫൈനലി ഇവിടെ കേരളത്തിലെത്തിയപ്പോൾ വയനാട്ടിൽ ദാ ഞങ്ങളെ കാത്തിരുന്ന് ടക്കീല. നല്ല പേരാട്ടോ, ടക്കീല. അതുപോലെയാണോ? ഹൈ എനർജി ആണോ? ഷീസ് ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. ലുക്ക് അറ്റ് ഹർ ഫേസ്. അവിടെ നോക്കുക. വൈ യു ക്യാമറ ഷൈ? സോ ഇവിടെ തന്നെ കയറി വന്ന ഒരാളാണ്. ഷീ മെയ്ഡ് ദിസ് ഹെർ ഹോം. എ ലോട്ട് ഓഫ് ഇന്ത്യസ് ഡു ദാറ്റ് ആൻഡ് ഷീ പ്രൊട്ടക്ട്സ് ദിസ് പ്രോപ്പർട്ടി ആസ് വെൽ. സോ ഇവിടെ കുറേ കുരങ്ങന്മാരുടെയൊക്കെ ശല്യമുണ്ട്. പക്ഷേ ഇവള് കാരണം ദേ ഡോണ്ട് കം ഹിയർ ആറ്റ് ഓൾ എന്നാണ് ഞാൻ കേട്ടത്. സോ ഐ തിങ്ക് ഇങ്ങനത്തെ പ്രോപ്പർട്ടീസിൽ എസ്പെഷ്യലി നാടൻ പട്ടികൾ ഉണ്ടെങ്കിൽ ഇറ്റ് റിയലി ഹെൽപ്സ് ദി ഓണേഴ്സ് ആൻഡ് ദ സ്റ്റാഫ് മെമ്പേഴ്സ് ആൻഡ് അതിൽ കൂടെ ദേ ഗെറ്റ് എ ലവ്ലി ഹോം ടു ലിവ് ഇൻ ആസ് വെൽ. സോ വാട്ട് എ ഫാന്റാസ്റ്റിക് വേ. നൗ ദ ഓൺലി തിങ് ഈസ് ഷീസ് ഹാഡ് എ ഫ്യൂ ലിറ്റേഴ്സ് ഓഫ് പപ്സ്. കുറേ അധികം പപ്പീസ് ഉണ്ടാക്കിയ ഒരു അമ്മയാണ് ടക്കീല. സോ വി നീഡ് ടു ഫൈൻഡ് എ വേ ടു ന്യൂട്ടർ യു അല്ലേ? ബിക്കോസ് പ്രോപ്പർട്ടിയിൽ മാത്രമല്ല, ഇവരിങ്ങനെ ചുറ്റുള്ള ഏരിയയിലൊക്കെ ഓടിക്കിറങ്ങി നടക്കുമല്ലോ. സോ ഐ നോ വാട്ട് ഹാപ്പൻസ്. സോ വയനാട്ടിലൊരു നല്ല വെറ്റിനെ കണ്ടെത്തി ഇവളെ ന്യൂട്രി ചെയ്യാൻ പറ്റുമോ എന്നും കൂടെ നോക്കണം. ബിക്കോസ് റൈറ്റ് നൗ ഐ തിങ്ക് ഷീ മൈറ്റ് ബി പ്രഗ്നന്റ്. ആണോ? പ്രഗ്നന്റ് ആണോ? 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 So grassroots ഇവിടെ everything is solar energy powered, which means that the lights, അതുപോലെ തന്നെ electricity, the pumps, everything uses solar energy, which is I think really cool as well. So those are the tents up there. നമുക്ക് ആ വഴി കറങ്ങി വേണമെങ്കിൽ ഇവരുടെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് ഏരിയയിലേക്ക് വരാം, which is down here, where you can have breakfast and all that with a view. Or എന്നെ പോലെ shortcut. When you're in nature, use nature. I like എന്താ പറയുക, unpaved ways generally in life. മര്യാദയ്ക്കൊരു റോഡ് ഉണ്ടെങ്കിൽ ആ റോഡ് എടുക്കാതെ കുറച്ച് ഡിഫിക്കൽട്ടായ പാത്ത് ചൂസ് ചെയ്ത് അത് തരണം ചെയ്ത് മുന്നിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് ബേസിക്കലി. കുറേ അധികം ചാലഞ്ചസ് ഫേസ് ചെയ്തുകൊണ്ട് വിതൗട്ട് എ ചാലഞ്ച് ലൈഫ് ഇസ് ജസ്റ്റ് നോട്ട് ഫൺ. So this is the area. Ravale, you can come down or any time for breakfast or lunch or dinner, or they serve you in your room as well. Actually, you can sit here and enjoy your food with a view. ഞാൻ വിചാരിച്ചു റിവർ കുറച്ചുകൂടെ അടുത്താണ്. There you go. എടാ അവിടെ വരെ നമ്മൾ എങ്ങനെ പോകും ടക്കീല? ടക്കീല, ഐ തോട്ട് ഇറ്റ് വാസ് ക്ലോസ്. നടക്കണോ? എത്തുവോ? വേണോ? ക്യാൻസൽ ചെയ്താലോ? ക്യാൻസൽ ചെയ്യാം. ഉള്ളിലൊരു ഡൈനിങ് ഉണ്ട്. സിമ്പിൾ ആണ്, പക്ഷെ കംഫർട്ടബിൾ ആണ് ആൻഡ് വളരെ ഹോംലി ആണ്. സോ യു ഫീൽ വെരി വെരി ഗുഡ് ജസ്റ്റ് കമ്മിങ് ടു ദിസ് പ്രോപ്പർട്ടി ആക്ച്വലി. They have a reading area right there, lots of books. ആൻഡ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കബനിയിലേക്കോ തഡോബയിലേക്കോ ഒക്കെ പോകാൻ ഇൻസ്പിറേഷൻ നൽകാൻ സം പിക്ചേഴ്സ് as well. സോ ഈ പിക്ചേഴ്സൊക്കെ എൻ്റെ ഫ്രണ്ട് എടുത്തതാണ്. See, you can see Adi. He's the one who clicked these beautiful images. And we were so lucky to see the tiger and the leopard. നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലല്ലോ, ഞാൻ ഫോട്ടോ എന്തായാലും കാണിച്ചല്ലോ. So yeah. ഇതൊക്കെയാണ് അവിടുത്തെ പ്രോപ്പർട്ടി. റെഡ് എർത്ത് കബനി, റെഡ് എർത്ത് തഡോബ, റെഡ് എർത്ത് ഇൻ ഗോകർണ ആൻഡ് വയനാട്ടിൽ ഗ്രാസ് റൂട്ട്സ്. സോ ഔട്ട് ഓഫ് ദിസ് 1 and 4 ഞങ്ങൾ ചെയ്തു, 2 and 3 ബാക്കിയുണ്ട്. ആൻഡ് ഇറ്റ്സ് പ്രിറ്റി കൂൾ. എല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടിയാണ്. ഐ മീൻ തഡോബ വൈൽഡ് ലൈഫ്, അതുപോലെ തന്നെ കബനി വൈൽഡ് ലൈഫ് ആണ്. വയനാട് ഗ്ലാമ്പിംഗ് പ്ലസ് വൈൽഡ് ലൈഫ്. പക്ഷെ ഗോകർണ ഇസ് ഫുള്ളി ബീച്ച് ആൻഡ് യോഗ ആൻഡ് മെഡിറ്റേഷൻ ആൻഡ് ഓൾ ദാറ്റ്. സോ ദാറ്റ് വൺ I'm quite excited to go because പൊതുവേ you know that I'm more a tropical beach kind of person. അങ്ങനെ പൊതുവേ ഹിൽ സ്റ്റേഷൻസിലോ തണുപ്പുള്ള സ്ഥലത്തോ ഒന്നും ഞാൻ പോവാറില്ല. This I really wanted to come for a break like this, പക്ഷെ genuine. But usually it's always the beach for me. So yeah, maybe Gokarna very soon. And I've never been there, so that's exciting as well. So there from far, those are the tents. And all of this is like Robusta plantations. I think already pickiyadana. All around.
So we're waiting here for breakfast. Breakfast, Manu, I wanted to just show you. It's very simple, but I'm sure you'll love it because the view is also fantastic. So that's breakfast for today. Watermelon juice, toast jam butter, and a friend's vendi chicken curry, putta, and I'm having egg curry and putta. And then we just sit and eat with a view. So done with breakfast. Actually, 11 maniyai, which means I have to check out and leave really soon because and a driver and a halfway meet team nu parnu, so I don't want to be too late. So I was asking Adi, ivide varuna tourists nu endokke activities cheyan pattum. So he was saying you can go river rafting in the Kabani river. Adupole then you have lots of treks up those mountains and hills and all that. 1 hour to 9 hours range in the treks arrange ചെയ്തു തരാം. And അതിൻ്റെ കൂടെ they also have waterfalls all around. So ഒരു 3 waterfall ഉണ്ട്, ഡാം ഉണ്ട്. സോ അവിടെയൊക്കെ പോയി ചില്ല് ചെയ്യാം. ഇനി ഞാൻ പോയി പാക്ക് ചെയ്ത് ഇറങ്ങട്ടെ. ഇവിടെ നടക്കുമ്പം നന്നായി അണയ്ക്കും. So the stay was really comfortable. വളരെ കംഫർട്ടബിൾ ആയ ബെഡാണ്. അതുപോലെ തന്നെ എ സി ഒന്നും ഇടേണ്ട ആവശ്യമേ വന്നില്ല ബിക്കോസ് രാത്രി വളരെ തണുപ്പായിരുന്നു. ചൂടാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എ സി യൂസ് ചെയ്യാം. റിയലി കംഫർട്ടബിൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജസ്റ്റ് ലൈക്ക് എ ഹോട്ടൽ. സോ യാ, ഐ എം ചെക്കിംഗ് ഔട്ട് ഓഫ് ഗ്രാസ് റൂട്ട്സ് റൈറ്റ് നൗ. ക്വിക്ക് ട്രിപ്പ് ആയിരുന്നു, പക്ഷേ ഐ ഹോപ്പ് യു ലവ്ഡ് ദി എക്സ്പീരിയൻസ് ഓഫ് ചെക്കിംഗ് ഔട്ട് ദിസ് ഗ്ലാമ്പിംഗ് ക്യാമ്പ്, ഗ്ലാമ്പിംഗ് റിസോർട്ട്, ഗ്രാസ് റൂട്ട്സ് ഇൻ വയനാട്. സോ ഈ വഴിയൊക്കെ പോവാണെങ്കിൽ, ടൈം കിട്ടുകയാണെങ്കിൽ ചെക്ക് ഇറ്റ് ഔട്ട്. ഇറ്റ്സ് അബൌട്ട് 5,000 rupees for a night, breakfast and dinner included. ബാക്കി കുറേ ആക്ടിവിറ്റീസും ഉണ്ട്. സോ യു കൻ ചെക്ക് ഇറ്റ് ഓൾ ഔട്ട്. എനിക്ക് തിരിച്ച് കൊച്ചിയിലേക്ക് പോകാൻ സമയമായി ബിക്കോസ് ഐ ഹാവ് ലോട്ട്സ് ഓഫ് വർക്ക്. സോ ലെറ്റ് മീ ഡു ദാറ്റ്. ഇൻ ദ മീൻ ടൈം, ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ വീഡിയോസ് ആൻഡ് click on the bell icon for future upload notification. Lots of love. So വയനാട്ടിൽ വന്ന്, എസ്പെഷ്യലി ഗ്രാസ് റൂട്ട്സിൽ വന്ന് കബനി റിവർ കാണിച്ചു തന്നില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഫെയർ ബിക്കോസ് എൻ്റെ ഈ ഫുൾ ട്രിപ്പ് വാസ് അലോങ് ദ ബാങ്ക്സ് ഓഫ് കബനി ഓൾമോസ്റ്റ്, റൈറ്റ്? സോ ഹിയർ വി ആർ. ദിസ് ഈസ് ദ കബനി റിവർ, യു ഗൈസ്. ഇവിടെ വയനാട്ടിലാണ് അതിൻ്റെ തുടക്കം. ലോട്ട്സ് ഓഫ് കിഡ്സ് ആർ ഫിഷിംഗ് ആസ് യു കൻ സീ. ആൻഡ് അവർ ചൂണ്ടയിടല്ല, അവർ സ്പിയർ ചെയ്യാണ് ഫിഷിനെ. നോക്കൂ, വാവ്, crazy. ഞാനൊരു പാലത്തിൻ്റെ നടുക്ക് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഐ എം ഷൂട്ടിങ്. സോ ദിസ് ഇസ് ദി അതർ സൈഡ്. സോ ഈ സെയിം റിവറാണ് നമ്മളുടെ കബനിയിൽ എത്തുന്നത്. ആൻഡ് ദെൻ ഇറ്റ് ഗോസ് ആൻഡ് മീറ്റ്സ് ദ കാവേരി. See, I told you I'm parked in the middle of a bridge.